എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്ത്യയുടെ കാലാവസ്ഥയെ ഒരു വലിയ സംഗീത കച്ചേരിയായി സങ്കൽപ്പിച്ചാൽ എങ്ങനെയുണ്ടാകുമെന്ന്? ഓരോ ഋതുവും അതിലെ ഓരോ ഭാഗം, ഓരോ കാറ്റും ഓരോ സ്വരം. ശരിക്കും ഇത് വെറുമൊരു കാലാവസ്ഥാ മാറ്റം എന്നൊക്കെ പറയുന്നതിനപ്പുറം പ്രകൃതിയുടെ ഒരു ഗംഭീര സിംഫണിയാണ്. അപ്പോ ഇന്ന് നമുക്ക് ഇന്ത്യൻ ഋതുക്കളുടെ ഈ താളമൊന്ന് ആസ്വദിച്ചാലോ? അപ്പോ നമ്മുടെ ഈയൊരു യാത്രയ്ക്ക് വഴികാട്ടിയായി നമ്മൾ എടുക്കുന്ന ആശയം ഇതാണ്: ഇന്ത്യയുടെ ഈ ഋതുഭേദങ്ങളെ 4 ഭാഗങ്ങളുള്ള ഒരു സിംഫണിയായിട്ട് കാണുക. ഈ ഒരു കാഴ്ചപ്പാടിലൂടെ നമുക്ക് ഓരോ കാലത്തെയും ശരിക്കും ഒന്ന് അനുഭവിച്ചറിയാൻ ശ്രമിക്കാം. അപ്പോ എന്താണ് ഈ ഋതുക്കളുടെ താളം എന്ന് പറഞ്ഞാൽ? ഇത് വെറുതെ കലണ്ടറിലെ ഒരു മാസം മാറി അടുത്ത മാസം വരുന്നത് പോലെയല്ല, അല്ലേ? ഇതിനകത്ത് താപനിലയുണ്ട്, മർദ്ദമുണ്ട്, പിന്നെ നമ്മുടെ മഴ. ഇതൊക്കെയാണ് ഈ സംഗീതത്തിലെ പ്രധാന സ്വരങ്ങൾ എന്ന് പറയുന്നത്. ഇവയുടെ ഈ ചാക്രികമായ മാറ്റമില്ലേ, അതാണ് ഇന്ത്യൻ കാലാവസ്ഥയുടെ ആ ഒരു ഹൃദയതാളം തന്നെ. ശരി, അപ്പൊ നമ്മുടെ ഈ സിംഫണിയുടെ ഒരു പ്രോഗ്രാം ലിസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കിയാലോ? ആദ്യം ശൈത്യത്തിന്റെ ശാന്തമായൊരു തുടക്കം, പിന്നെ വേനലിന്റെ തീവ്രമായൊരു ഉയർച്ചയുണ്ട്. അത് കഴിഞ്ഞ് മൺസൂണിന്റെ ഒരു ഗംഭീര ക്ലൈമാക്സ്, ഒടുവിൽ ശരത്കാലത്തിന്റെ സൗമ്യമായൊരു ഫിനാലെ. തീർന്നില്ല, അതോടൊപ്പം ഒരു പുരാതന താളം കൂടി നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. നമ്മുടെ സിംഫണിയുടെ ആദ്യ ഭാഗം, ശൈത്യകാലം. വളരെ പതുക്കെ ശാന്തമായി ആ തണുത്ത സ്വരങ്ങളോടെയുള്ള ഒരു തുടക്കം. ഏകദേശം നവംബർ പകുതിയൊക്കെ ആവുമ്പോഴേക്കും ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഒരു തണുത്ത പുതപ്പിനടിയിലേക്ക് മെല്ലെ നീങ്ങുന്ന പോലെയാണ്. ആകാശം നല്ല തെളിഞ്ഞിരിക്കും, താപനിലയും ഈർപ്പവും ഒക്കെ കുറയും. ഇതാണ് ഈ കാലത്തിന്റെ ഒരു പൊതു സ്വഭാവം. പക്ഷേ കഥയ്ക്കൊരു ട്വിസ്റ്റുണ്ട്. ഉത്തരേന്ത്യയിൽ എല്ലും മരവിക്കുന്ന തണുപ്പായിരിക്കും, എന്നാൽ നമ്മൾ ദക്ഷിണേന്ത്യയിലേക്ക് വന്നാലോ, ഇവിടെ അങ്ങനൊരു ശൈത്യകാലം കാര്യമായിട്ട് അനുഭവപ്പെടാറില്ല. കണ്ടില്ലേ, ഒരേ രാജ്യത്ത് തന്നെ 2 തരം ശൈത്യം. അത്ഭുതം തന്നെ. ഈ ശൈത്യകാലത്ത് ഒരു പ്രധാനപ്പെട്ട അതിഥി വരാനുണ്ട്. ആരായെന്നല്ലേ? പടിഞ്ഞാറൻ അസ്വസ്ഥതകൾ. പേരുകേട്ട് പേടിക്കൊന്നും വേണ്ട, ഇത് മെഡിറ്ററേനിയൻ ഭാഗത്തു നിന്നും വരുന്ന ഈർപ്പം നിറഞ്ഞ കാറ്റാണ്. ഈ കാറ്റാണ് റാവി വിളകൾക്ക് ആവശ്യമായ ജീവജലം, അതായത് ശൈത്യകാലം മഴ കൊണ്ടുവരുന്നത്. അപ്പൊ ഒന്നാലോചിച്ചു നോക്കൂ, കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു കാറ്റല്ല, ശരിക്കും വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അപ്പോ ആ ശാന്തതയിൽ നിന്ന് നമ്മുടെ സംഗീതം പതിയെ പതിയെ വേഗതയും തീവ്രതയും കൈവരിക്കാൻ പോവുകയാണ്. സിംഫണിയുടെ 2ാം ഭാഗത്തിലേക്ക് സ്വാഗതം. വേനൽക്കാലം. മാർച്ച് മുതൽ ജൂൺ വരെ സൂര്യൻ അതിന്റെ മുഴുവൻ ശക്തിയും പുറത്തെടുക്കുന്ന ഒരു സമയമാണ്. രാജ്യം മൊത്തത്തിലൊരു വലിയ ചൂള പോലെയായി മാറും. പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ കാര്യം എടുത്തു പറയണം. അവിടുത്തെ താപനില ചിലപ്പോൾ 45, എന്തിന് 50 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താറുണ്ട്. ഒന്ന് ഓർത്തു നോക്കൂ. തീവ്രത അതിന്റെ പാരമ്യത്തിലെത്തുക എന്ന് പറഞ്ഞാൽ ഇതാണ്. പക്ഷേ ഈ കനത്ത ചൂടിനിടയിലും പ്രകൃതിക്ക് അതിൻ്റെതായ ചില നമ്പറുകളുണ്ട്. ഉദാഹരണത്തിന്, ഉത്തരേന്ത്യയിൽ പൊടിമണ്ണും വാരിയെറിഞ്ഞ് ആഞ്ഞടിക്കുന്ന ലൂ എന്ന ഉഷ്ണക്കാറ്റ്. ഇനിയിപ്പോൾ നമ്മൾ തെക്കോട്ട് വന്നാൽ കേരളത്തിലും കർണാടകയിലും മാമ്പഴങ്ങൾക്ക് മധുരം കൂട്ടാൻ വരുന്ന മാംഗോ ഷവേഴ്സ് ഉണ്ട്. കിഴക്കോട്ട് പോയാലോ പശ്ചിമബംഗാളിനെ വിറപ്പിക്കുന്ന കാൽബൈശാഖി എന്ന ഭയങ്കര ഇടിമിന്നൽ കൊടുങ്കാട്ട്. കണ്ടില്ലേ, ഓരോന്നിനും ഓരോ സ്വഭാവം, ഓരോ ഭാവം. ഇനി നമ്മൾ എത്തുന്നത് നമ്മുടെ ഈ സിംഫണിയുടെ ഏറ്റവും ഗംഭീരമായ ഭാഗത്തേക്കാണ്. എല്ലാവരും കാത്തിരിക്കുന്ന ആ വലിയ ക്ലൈമാക്സ്. ഇടിമുഴക്കങ്ങളോടെ, ആർപ്പുവിളികളോടെ 3ാം ഭാഗം, മൺസൂൺ. ഇതെങ്ങനെയാ സംഭവിക്കുന്നതെന്നല്ലേ? അതിന്റെ പിന്നിലെ ശാസ്ത്രം വളരെ സിമ്പിളാണ്. വേനൽ ചൂട് കാരണം ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ വായു ചൂടുപിടിച്ച് മുകളിലോട്ട് പോകും. അപ്പോ അവിടെ ഒരു ശൂന്യമായ ഇടം, അതായത് ഒരു ന്യൂനമർദ്ദമുണ്ടാകും. സ്വാഭാവികമായും ഈ വിടവ് നികത്താൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ഈർപ്പം നിറച്ച കാറ്റ് ശക്തിയായി ഇങ്ങോട്ട് പാഞ്ഞെത്തും. അതിന്റെ ഫലമെന്തായിരിക്കും? അതാണ് നമ്മൾ കേൾക്കുന്ന ആ നാടകീയമായ മൺസൂൺ പൊട്ടിപ്പുറപ്പെടൽ. അപ്പോ ഇതിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് നിങ്ങൾക്കൊന്ന് ഊഹിക്കാമോ? ഇന്ത്യയ്ക്ക് ഒരു വർഷം കിട്ടുന്ന മഴയുടെ സിംഹഭാഗവും, അതായത് ഭൂരിഭാഗവും കിട്ടുന്നത് ഈ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മുടെ രാജ്യത്തിന്റെ ജീവനാഡി എന്ന് വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഈ മഴയുടെ കാലം. പക്ഷേ ഈ മഴ ഇന്ത്യയിലെല്ലായിടത്തും ഒരേപോലെ അല്ല പെയ്യുന്നത്. ഒരു വശത്ത് പശ്ചിമഘട്ടത്തിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും മഴ തകർത്തു പെയ്യും. എന്നാൽ മറുവശത്ത് രാജ്യത്തിന്റെ ഉൾപ്രദേശങ്ങളിലും പടിഞ്ഞാറൻ ഭാഗങ്ങളിലും ആളുകൾ മഴയ്ക്കായി കാത്തിരിക്കുകയാവും. ഇത് കാണിക്കുന്നത് ഇന്ത്യയിലെ മഴയുടെ വിതരണത്തിൽ എത്ര വലിയൊരു അന്തരമുണ്ടെന്നാണ്. അപ്പോ ആ ഗംഭീരമായ മഴമേളങ്ങൾക്കെല്ലാം ശേഷം നമ്മുടെ സിംഫണി അതിന്റെ ശാന്തമായ അവസാന ഭാഗത്തേക്ക് മെല്ലെ നീങ്ങുകയാണ്.
നാലാം ഭാഗം ശരത്കാലം. ഈ കാലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതിന് 2 മുഖങ്ങളാണെന്ന് പറയാം. ഒന്നാമത്തെ മുഖം, മൺസൂൺ പിൻവാങ്ങുമ്പോൾ ആകാശം നല്ല തെളിഞ്ഞു വരും, പക്ഷെ കരയിൽ വീണ്ടും താപനില ഉയരും. ഇതിനെയാണ് നമ്മൾ ഒക്ടോബർ ചൂട് എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടാമത്തെ മുഖം, ഇതേ സമയത്ത് തന്നെ ബംഗാൾ ഉൾക്കടലിൽ ശക്തമായ ചുഴലിക്കാറ്റുകൾ രൂപപ്പെടാൻ തുടങ്ങും. അത് കിഴക്കൻ തീരത്തിന് വലിയ ഭീഷണിയാണ്. അപ്പൊ കണ്ടില്ലേ, ഒരേ സമയം ശാന്തതയും അതേസമയം ഭീകരതയും. അങ്ങനെ നമ്മുടെ സിംഫണിയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം കഴിഞ്ഞു. പക്ഷേ പരിപാടി കഴിഞ്ഞെന്ന് കരുതി ആരും എഴുന്നേറ്റു പോകരുത്. ഒരു ചെറിയ എൻകോർ ബാക്കിയുണ്ട്. നമുക്ക് കാലാവസ്ഥയുടെ ഒരു പുരാതന താളം കൂടി കേട്ടിട്ടു പോകാം. എന്താണെന്നല്ലേ? 6 ഋതുക്കളുള്ള നമ്മുടെ പരമ്പരാഗത ഇന്ത്യൻ കലണ്ടർ. ഇപ്പോ നോക്കൂ, ഇന്നത്തെ കാലാവസ്ഥാ ശാസ്ത്രം ഒരു വർഷത്തെ 4 കാലങ്ങളായിട്ടാണ് വിഭജിക്കുന്നത്, അല്ലേ? എന്നാൽ നമ്മുടെ പരമ്പരാഗത കാലണ്ടർ അനുസരിച്ച് 6 ഋതുക്കളുണ്ട്: വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം, പിന്നെ ശിശിരം. അപ്പോൾ ഈ ശാസ്ത്രീയമായ വിഭജനം നമുക്കൊരു ബ്രോഡ് പിക്ചർ തരുമ്പോൾ നമ്മുടെ ഈ സാംസ്കാരികമായ വിഭജനം ഉണ്ടല്ലോ, അത് കൂടുതൽ സൂക്ഷ്മമായ മാറ്റങ്ങളെ പോലും അടയാളപ്പെടുത്തുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഭംഗി. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ 6 ഋതുക്കളുടെ കാലണ്ടർ എന്ന് പറയുന്നത് പ്രകൃതിയുടെ അതേ താളത്തെ കുറച്ചുകൂടി ആഴത്തിൽ, കുറച്ചുകൂടി സാംസ്കാരികമായി മനസ്സിലാക്കാനുള്ള ഒരു മാർഗമാണ്. ഇത് ശാസ്ത്രത്തിന് അപ്പുറത്തുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് തരുന്നു എന്ന് തന്നെ പറയാം. അപ്പം നമ്മളിന്ന് കണ്ടത് 2 തരത്തിലുള്ള കാഴ്ചപ്പാടുകളാണ്. ഒന്ന്, 4 ഭാഗങ്ങളുള്ള ഒരു ഗംഭീര സിംഫണി. മറ്റൊന്ന്, 6 ഭാഗങ്ങളുള്ള ഒരു മനോഹരമായ കവിത. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതാണ് പ്രകൃതിയുടെ ഈ താളത്തെ കൂടുതൽ ഭംഗിയായി വർണ്ണിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈയൊരു ചിന്ത നിങ്ങൾക്ക് വിട്ടുതന്നുകൊണ്ട് അടുത്ത തവണ കാണുന്നതുവരെ നന്ദി.